ലിപ്സ്റ്റിക് വിരുദ്ധ ക്യാമ്പയിനുമായി ശിശുക്ഷേമ സമിതി. ഹോർമോൺ വ്യതിയാനങ്ങൾക്കും ക്യാൻസറിനും കാരണമാകും. അടുത്തിടെയായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് കേട്ടോ ഇത്. എന്നാൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് നേരിട്ട് ക്യാൻസറിന് കാരണമാകുമോ? അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പേടിച്ച് ലിപ്സ്റ്റിക് ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ലിപ്സ്റ്റിക് വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത ലിപ്സ്റ്റിക്കുകളിൽ ലെഡ്, അതായത് ഈയം, കാഡ്മിയം, ക്രോമിയം തുടങ്ങിയ ലോഹങ്ങളുടെ സാന്നിധ്യം വളരെ ചെറിയ അളവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലോഹങ്ങൾ ശരീരത്തിൽ അമിതമായി എത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ പ്രമുഖ ബ്രാൻഡുകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ഇവയിലെ ലോഹങ്ങളുടെ അളവ് മനുഷ്യ ശരീരത്തിന് ഹാനികരമല്ലാത്ത വിധം അതീവ നിസ്സാരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്യാൻസറിനേക്കാൾ ലിപ്സ്റ്റിക് വഴി വരാൻ സാധ്യതയുള്ളത് മറ്റ് ചില പ്രശ്നങ്ങളാണ്. അതായത് അലർജി. ചിലരിൽ ലിപ്സ്റ്റിക്കിലെ സുഗന്ധദ്രവ്യങ്ങളോ നിറങ്ങളോ ചുണ്ട് വരണ്ടു പോകാനും അതുപോലെ തന്നെ ചൊറിച്ചിലിനുമൊക്കെ കാരണമാകാം. ചുണ്ടുകളുടെ നിറം മാറാൻ. അമിതമായിട്ട് കെമിക്കലുകൾ അടങ്ങിയ ലിപ്സ്റ്റിക് സ്ഥിരമായി ഉപയോഗിച്ചാൽ ചുണ്ടുകളുടെ സ്വാഭാവിക നിറം മങ്ങി ഇരുണ്ടതാകാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ ചില ടിപ്പുകൾ പറഞ്ഞുതരാം. ഗുണനിലവാരമുള്ളവ മാത്രം തിരഞ്ഞെടുക്കുക. വില കുറഞ്ഞതും ബ്രാൻഡ് ഇല്ലാത്തതുമായ ലോക്കൽ ലിപ്സ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. പ്രമുഖ ബ്രാൻഡുകളുടെ ലെഡ് ഫ്രീ, അതായത് പാരബൻ ഫ്രീ ആയ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ ലിപ്സ്റ്റിക് മാറ്റി ഉറങ്ങുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് ഒരു നല്ല മേക്കപ്പ് റിമൂവറോ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിച്ച് പൂർണ്ണമായും തുടച്ചു മാറ്റേണ്ടതാണ്. കുട്ടികൾക്ക് മുതിർന്നവരുടെ ലിപ്സ്റ്റിക് നൽകരുത് എന്ന് പറയാൻ കാരണം കുട്ടികളുടെ ചുണ്ടുകൾ കൂടുതൽ മൃദുവാണ്. കുട്ടികളുടെ ചർമ്മവും ചുണ്ടുകളും മുതിർന്നവരുടേക്കാൾ വളരെ നേർത്തതും സെൻസിറ്റീവുമാണ്. അതിനാൽ മുതിർന്നവരുടെ ലിപ്സ്റ്റിക്കിലെ കടുത്ത കെമിക്കലുകളും സുഗന്ധദ്രവ്യങ്ങളും കുട്ടികളിൽ പെട്ടെന്ന് അലർജി, ചുണ്ട് വരണ്ടുപൊട്ടൽ, ചൊറിച്ചൽ എന്നിവ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത കുട്ടികളിൽ വളരെ കൂടുതലാണ്. കുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ചുണ്ടുകൾ നക്കുകയോ അറിയാതെ അത് വിഴുങ്ങുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫാൻസി ഡ്രസ്സുകൾക്കോ ഡാൻസിനോ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു രസത്തിന് ഇടണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കെമിക്കൽ കുറഞ്ഞ കിഡ്സ് സേഫ് ആയ ലിപ്സ്റ്റിക്കുകളോ ഓർഗാനിക് ലിപ് ബാമുകളോ മാത്രം വാങ്ങി നൽകാം. അതുപോലെ തന്നെ അത് പെട്ടെന്ന് തുടച്ചു മാറ്റേണ്ടതുമാണ്. വില കുറഞ്ഞതും വഴിയോരങ്ങളിൽ നിന്നും കിട്ടുന്നതുമായ കളിപ്പാട്ട മേക്കപ്പ് കിറ്റുകൾ കുട്ടികൾക്ക് വാങ്ങി നൽകരുത്. ഇവയിലാണ് ഹാനികരമായ ലോഹങ്ങൾ അടങ്ങിയിരിക്കാൻ കൂടുതൽ സാധ്യത. ചുരുക്കത്തിൽ ഒരു വട്ടമോ മറ്റോ ഇട്ടതുകൊണ്ട് ക്യാൻസർ വരും എന്ന ഭയം വേണ്ട. എങ്കിലും കുട്ടികളുടെ ആരോഗ്യവും ചർമ്മത്തിൻ്റെ മൃദുത്വവും കണക്കിലെടുത്ത് മുതിർന്നവരുടെ ലിപ്സ്റ്റിക് സ്ഥിരമായി ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.